തൻ്റെ മുറിയിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരുന്ന ബാലചന്ദ്രൻ പെട്ടെന്ന് തന്നെ തറയിലേക്ക് കുഴഞ്ഞു വീഴുകയാണ്. ഈ ശബ്ദം കേട്ട് അവിടേക്ക് വരുന്ന അലീന എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പകച്ചു നിൽക്കുന്നു. അതിനുശേഷം അലീന ബാലചന്ദ്രന് CPR കൊടുത്ത് രക്ഷപ്പെടുത്താനായി ശ്രമിക്കുന്നു. അല്പനേരത്തിനുള്ളിൽ തന്നെ അങ്ങോട്ടേക്ക് വന്ന ആംബുലൻസിൽ ബാലചന്ദ്രനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ബാലചന്ദ്രൻ്റെ ബൈസ്റ്റാൻഡറായി അലീന ആശുപത്രിയിൽ നിന്ന സമയത്ത് തന്നെ മനുശങ്കറും വൈജയും അങ്ങോട്ടേക്ക് എത്തുന്നു. വൈജയാകട്ടെ അലീനെ കണ്ട പാടെ ദേഷ്യത്തോടെ മനുശങ്കറിനോടായി, ഇവൾ എന്തിനാണ് നിൽക്കുന്നത് ഇവിടെ? ഇവൾക്ക് എന്താണ് ആവശ്യം? ഇത് കേട്ടുടൻ തന്നെ മനുശങ്കർ സ്നേഹത്തോടെ അലീനയുടെ കൈ പിടിച്ച് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. പിറ്റേ ദിവസം ബോധം തെളിയുന്ന ബാലചന്ദ്രൻ ആദ്യം കാണുന്നത് കൃഷ്ണമോളെയാണ്. ഈ സമയം ബാലൻ താൻ ICUവിൽ അഡ്മിറ്റായിരിക്കുകയാണെന്നും ECGയുടെയും മറ്റ് എക്യുപ്മെൻസിൻ്റെയും ഇലക്ട്രോഡ്സ് തൻ്റെ മേതയെല്ലാം ഒട്ടിച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധയിൽപ്പെടുന്നു. അവിടെ നിന്ന് ഇതെല്ലാം ഊരി മാറ്റിയ ശേഷം കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഓടാൻ ശ്രമിക്കുകയാണ് ബാലചന്ദ്രൻ. ഇത് തടയുകയാണ് കൃഷ്ണമോളും കൂടെയുണ്ടായിരുന്ന നഴ്സും.